എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇന്ന് നമ്മൾ എവിടത്തേക്കാണ് പോകുന്നത്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, ഞങ്ങൾ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലേക്കുള്ള യാത്രയിലാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. പയ്യന്നൂരിൽ നിന്ന് 33 കിലോമീറ്ററാണ് പറശ്ശിനിക്കടവിലേക്കുള്ള ദൂരം. വളപട്ടണം പുഴയുടെ തീരത്ത് പറശ്ശിനിക്കടവിലാണ് പറശ്ശിനി ശ്രീ മുത്തപ്പൻ മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുയ്യം, മയ്യിൽ അങ്ങനെയാണ് പറശ്ശിനിക്കടവിലേക്ക് പോകുന്നത്. ഇതുകൂടാണ്ട് പയ്യന്നൂരിൽ നിന്ന് നേരെ തളിപ്പറമ്പ് വഴി പോയി ധർമ്മശാലയിൽ നിന്ന് തിരിഞ്ഞ് പയ്യന്നൂർ പോകാം. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് എത്താറായി. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നത് വിസ്മയ വാട്ടർ തീം പാർക്കാണേ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ അവിടെ ഒന്ന് പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് അമ്പാലയിൽ പോകാനുള്ള കാരണം പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല, നേരെ പറശ്ശിനിക്കടവിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിനി മുത്തപ്പൻ എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള ഐതിഹ്യം കേൾക്കാം. അപ്പോൾ അയ്യങ്കര ഇല്ലത്തെ നാടുവാഴിക്കും ഭാര്യയായ പാടിക്കുറ്റിയമ്മയ്ക്കും മക്കളില്ലാതെ, അതായത് സന്താനഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്ന സമയത്ത് പാടിക്കുറ്റിയമ്മ പരമേശ്വര ഭക്തിയായിരുന്നു. അപ്പോൾ പരമേശ്വരനെ ഭജിച്ച് ഒരു ദിവസം പാടിക്കുറ്റിയമ്മ കുളിക്കാൻ ചെന്നപ്പോൾ കുളിക്കടവിൽ ദേവചൈതന്യമുള്ള ഒരു പിഞ്ചു പൈതലിനെ കാണുകയും അപ്പോൾ അതിനെ സ്വന്തം ഇല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഭഗവാൻ തനിക്ക് നൽകിയ മകനാണെന്ന് വിശ്വസിച്ച് വളർത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ കുഞ്ഞ് അങ്ങനെ അയ്യങ്കര ഇല്ലത്തെ നാടുവാഴിയുടെയും പാടിക്കുറ്റിയമ്മയുടെ മകനായി വളർന്നു. പക്ഷേ ആ കുഞ്ഞിന് കൂട്ട് താഴ്ന്ന ജാതിക്കാരുടെയും അടിയാളന്മാരൊക്കെ ആയിട്ടായിരുന്നു കുഞ്ഞിന് കൂട്ട്. അപ്പോൾ അതിങ്ങനെ അവരുടെ കൂടെ കാട്ടിൽ പോയി വേട്ടയാടി വന്യമൃഗങ്ങളെയൊക്കെ കൊല്ലുകയും പിന്നെ മീനൊക്കെ ചുട്ട് തിന്നുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു ബ്രാഹ്മണ സമൂഹത്തിലുണ്ടായിരുന്ന നാടുവാഴിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ പറശ്ശിനിക്കടവിലെത്തിയുണ്ട്, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ പണ്ട് മുതലേ തന്നെ പറശ്ശിനിക്കടവിൽ വരുമ്പോൾ ഉള്ള ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കടകളാണ്. ഇപ്പോൾ ഞങ്ങൾ ചന്ത എന്നാണ് പറയുക. പറശ്ശിനിക്കടവിൽ അത്രയും കൂടുതൽ ഇങ്ങനെ കടകളുണ്ട്. നമ്മളീ പോകുന്ന വഴി മുഴുവൻ കടകളാണ്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്രയും താഴെ വരെ നമുക്ക് വരാൻ പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ മുകളിൽ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് കുറേ സ്റ്റെപ്സുകൾ താഴെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ മുത്തപ്പൻ്റെ സന്നിധിയിലെത്തുക. ഇപ്പോഴും ആ വഴിയുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് സൗകര്യം കുറച്ച് കൂടുതലായ കാരണം നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് നേരെ പ്ലെയിനായ സ്ഥലത്ത് കൂടി നടന്നു പോവുക ചെയ്യണം. പക്ഷെ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ബസ്സിൽ വന്നിട്ട് അവിടെ ഇറങ്ങി അത്രയും സ്റ്റെപ്സ് താഴെ ഇറങ്ങിയിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ആ വഴിയിൽ മുഴുവനും ഇതേമാതിരി കടകളാണ്, കളിപ്പാട്ടത്തിൻ്റെയും ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ. ഇപ്പോൾ നടക്കുന്ന വഴിയിൽ ഒരു മുല്ലപ്പൂ വയ്ക്കുന്ന ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പം എനിക്ക് മുല്ലപ്പൂ വേണം. എത്രയാന്ന്? അങ്ങനെ ഞങ്ങൾ ഹനിക്ക് മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് ഹനി മുല്ലപ്പൂവൊക്കെ ചൂടി സന്തോഷവതിയായിട്ട് പിന്നെ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ അധകൃതരെന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടിയത് കാരണം നാടുവാഴി, അതായത് മുത്തപ്പൻ്റെ വളർത്തച്ഛൻ മുത്തപ്പനോട് ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോവാൻ പറയുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം ഇല്ലം വിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ മുത്തപ്പൻ ആക്ച്വലി 2 അവതാരങ്ങളായിട്ടാണ്, ശിവൻ്റെ മഹാവിഷ്ണുവിൻ്റെ. അപ്പോൾ മുത്തപ്പന് 2 രൂപങ്ങളുണ്ട്. അപ്പോൾ ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരം തിരുവപ്പനാണെന്നും പരമശിവൻ്റെ അവതാരം വെള്ളാട്ടം എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മുത്തപ്പൻ തെയ്യം കെട്ടിയാടുമ്പോൾ സാധാരണയായിട്ട് വെള്ളാട്ടമാണ് കെട്ടിയാടാറ്. പക്ഷേ പറശ്ശിനി മടപ്പുരയിലും അതുപോലത്തെ വലിയ അമ്പലങ്ങളിലൊക്കെ കാവുകളിലൊക്കെ കെട്ടുമ്പോൾ തിരുവപ്പനെയും വെള്ളാട്ടവും രണ്ടും ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ശ്രീ മുത്തപ്പൻ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ള ഈ അകത്തേക്ക് നടക്കുന്ന വഴിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സ് ഇറങ്ങി വരുന്ന വഴി. അങ്ങനെ ഞങ്ങൾ ഇവിടെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, വളപട്ടണം പുഴയുടെ കരയിലായിട്ടാണ് പറശ്ശിനി മടപ്പുര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വളപട്ടണം പുഴയിലിറങ്ങി കാല് കഴുകിയിട്ടാണ് നമ്മൾ മുത്തപ്പൻ്റെ ദർശനം ചെയ്യുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിൽ ചായ കൊടുക്കുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ടാണ് വഴിപാട് കൗണ്ടർ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വഴിപാടുകൾ. ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് വഴിപാടുകൾ നടത്തുന്ന സ്ഥലങ്ങളിലൊന്നായിരിക്കും ഈ പറശ്ശിനിക്കടവ് മടപ്പുര എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ചോറൂണ്, വിവാഹം ഒക്കെ നടത്തും. അപ്പോൾ ചോറൂണൊക്കെ നോക്കും, 40 രൂപ മാത്രമാണ് ചോറൂണിന് ഇവിടെ വഴിപാടിന് പൈസയായിട്ട് വരുന്നത്. ഞങ്ങളിവിടെ ചെന്ന് വഴിപാടൊക്കെ നടത്തി ഇനി കാല് കഴുകാൻ വേണ്ടി, ദർശനത്തിന് മുമ്പായിട്ട് കാല് കഴുകാൻ വേണ്ടി പോകണം. അപ്പോൾ ഇടത് ഭാഗത്ത് കാണുന്നതാണ് ചോറൂണ് നടത്തുന്ന സ്ഥലം. അങ്ങനെ ഇല്ലത്തു നിന്ന് പുറത്തായ ഭഗവാൻ
പുറത്ത് വന്ന് തൻ്റെ കൂട്ടുകാരുമായിട്ട് ചേർന്ന് ഇതുപോലെ പിന്നെയും നായാട്ടൊക്കെ നടത്തി. പിന്നെ മുത്തപ്പൻ്റെ ആരൂഢ സ്ഥാനം എന്നറിയപ്പെടുന്ന കുന്നത്തൂർ പാടിയുണ്ട്. കുന്നത്തൂർ പാടി എന്ന് പറയുന്നത് പറശ്ശിനിക്കടവിൽ നിന്ന് പിന്നെയും ഒരു 37 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായി കണ്ട് പറശ്ശിനിക്കടവിൽ വന്ന് കുടികൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ഇതാണ് വളപട്ടണം പുഴ. അപ്പോൾ അവിടെ കാലൊക്കെ കഴുകിയിട്ട് മടപ്പുരയുടെ അകത്ത് പ്രവേശിക്കണം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും തെയ്യമുണ്ട്. രാവിലെ ആണെങ്കിൽ ഏകദേശം 5:45 മുതൽ 8 മണി വരെ, വൈകിട്ട് 6:30 മുതൽ 8 മണി വരെയാണ് തെയ്യമുള്ളത്. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഭഗവാന്റെ 2 അവതാരങ്ങളുണ്ട്, ശിവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും, തിരുവപ്പനയും വെള്ളാട്ടവും. അപ്പോൾ രാവിലെ തിരുവപ്പനയും വെള്ളാട്ടവും ഉണ്ട്, വൈകിട്ടത്തെ തെയ്യത്തിൽ വെള്ളാട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറശ്ശിനി മടപ്പുരയിൽ മുത്തപ്പൻ തെയ്യം കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ 5:45 മുതൽ 8 മണി വരെയുള്ള സമയത്തും വൈകിട്ട് 6:30 മുതൽ 8 മണി വരെയുള്ള സമയത്ത് വന്നാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ മടപ്പുരയുടെ അകത്ത്. അപ്പോൾ അകത്ത് നമുക്ക് വീഡിയോഗ്രാഫി അനുവദനീയമല്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ മുറികളും പിന്നെ കിടക്കാൻ വേണ്ടിയിട്ട് പായൊക്കെ ഇവിടെ നിന്ന് തരും. അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആണേ. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഇവിടെ അമ്പലം തുറന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറശ്ശിനിയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അമ്പലം തുറന്നിരിക്കുന്ന മുഴുവൻ സമയത്തും, അതായത് രാവിലെ 5 മണി മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള എല്ലാ സമയത്തും ഇവിടെ ഭക്തർക്ക് അന്നദാനമുണ്ട്. അപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്താണെങ്കിൽ ചോറും കറികളും, അല്ലാത്ത സമയത്ത് ചായയും ചെറുപയറും അതിൻ്റെ കൂടെ തേങ്ങാപ്പൂളുമാണ് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്തും രാത്രി ഭക്ഷണത്തിൻ്റെ സമയത്തും ഇവിടെ ഈ ഊട്ടുപുരയിലാണ് ചോറും കറികളും കൊടുക്കുന്നത്. ഞങ്ങൾ അകത്ത് തൊഴുത് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണേ. ഇനി നമുക്ക് ചായ കുടിക്കാൻ പോവാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നായകൾ സ്വൈര്യവിഹാരം നടത്തുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ നായകൾ ഇങ്ങനെ മടപ്പുരയുടെ അകത്തും സമീപ പ്രദേശങ്ങളിലുമായിട്ടൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നായകളെ മുത്തപ്പൻ്റെ സന്തത സഹചാരികളായിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതായത് നായാട്ടിനൊക്കെ മുത്തപ്പനെ അനുഗമിച്ചിരുന്നത് നായകളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആരും നായനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. പിന്നെ ഇവിടെ ഈ പ്രസാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം ഇവിടുത്തെ നായകൾക്കാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങളങ്ങനെ ചായ കുടിക്കാനുള്ള ഹോളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പുരുഷന്മാർക്ക് ഒരു സൈഡിലും സ്ത്രീകൾക്ക് സെയിം ഹോളിൽ തന്നെ ഇനൊരു സൈഡിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് മുത്തപ്പൻ്റെ പ്രസാദം. കണ്ടോ, നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ ഇലയിൽ ചെറുപയർ അല്ലെങ്കിൽ വൻപയറും തേങ്ങാപ്പൂളുമാണ് തരിക. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇലയിൽ കൊണ്ടുവന്ന് തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ ട്രേയിലാണ്. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട്, അതിപ്പോൾ പണ്ട് എൻ്റെ കുഞ്ഞുനാൾ മുതലേ എനിക്കുള്ള ഓർമ്മയാണ്, ഇതേ സിസ്റ്റത്തിൽ ഇതേപോലത്തെ ഗ്ലാസ്സിലാണ് അപ്പോഴും ഇത് ചായയും തന്നോട്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ നായകളിങ്ങനെ എല്ലായിടത്തും കിടക്കുകയും സൂര്യവിഹാരം നടത്തുകയും ചെയ്യുന്നുണ്ടാവും. പിന്നെ അമ്പലത്തിൻ്റെ കയറി ചെല്ലുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് 2 നായകളുടെ വെങ്കലത്തിൽ ഉണ്ടാക്കിയ പ്രതിമയുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ മുത്തപ്പൻ മടപ്പുരയിൽ നായകൾക്കുള്ള പ്രാധാന്യം. ഞങ്ങളങ്ങനെ രാവിലെ ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മടപ്പുരയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ചോറ് കഴിക്കാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ചായ മാത്രം കുടിച്ചിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഹനി കുറച്ച് സമയം അവിടെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഈ നായയുടെ പ്രതിമയൊക്കെ കണ്ടപ്പം ഹനിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി എല്ലാ ലീവിനും വന്നാലും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ മടപ്പുരയിൽ വരാൻ ശ്രമിക്കാറുണ്ട്. ഹനി എല്ലാ പ്രാവശ്യം വരുന്നത്, എന്നാലും ഹനിക്ക് ഒരു ക്യൂരിയോസിറ്റിയും ഒക്കെയാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ തെയ്യം ഉണ്ടായിരുന്നു എന്ന്, അപ്പോൾ നമുക്ക് വഴിപാടായിട്ടും തെയ്യം നടത്താം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഹനിയുടെ പേരിൽ വഴിപാടായിട്ട് മുത്തപ്പൻ തെയ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളന്ന് കുറച്ച് രാവിലെ ഒരു 7 o'clock ഒക്കെ ആയപ്പോഴേ വന്നിട്ട്, അപ്പം ഓൾറെഡി തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വഴിപാടൊക്കെ നേർന്നത് കാരണം നമ്മളവിടെ ചെന്നിട്ട് അകത്ത് കയറി തെയ്യത്തിന് തൊഴുതൊക്കെ ചെയ്തിട്ടാണ് തിരിച്ച് പോയത്. അപ്പോൾ ഇപ്രാവശ്യം പക്ഷേ ഞങ്ങൾക്ക് തെയ്യം കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ തൊഴുത് ഭക്ഷണമൊക്കെ ചായയൊക്കെ കുടിച്ച് അതിനിടയിൽ ഇവിടെ വളപട്ടണം പുഴയിൽ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ബോട്ടിങ്ങൊക്കെ ചെയ്തിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചിറങ്ങുകയാണ്. അതേ കണ്ടില്ലേ, ഇതേപോലെ നിറയെ കടകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ടോയ്സും പിന്നെ ഈശ്വരന്മാരുടെ വിഗ്രഹങ്ങളും
പ്രതിമയും കുട്ടികൾക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, പൊട്ട്, വള, മാല, കമ്മൽ അങ്ങനത്തെയൊക്കെ കുറേ കിട്ടുമേ. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ പറശ്ശിനിയിൽ പോവാന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പ്രാധാന്യമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്നത് ഇതേപോലത്തെ കടകളായിരുന്നു. അപ്പോൾ ഹനി ഇപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കണം പാമ്പിനെ കണ്ടില്ലേ, കളിക്കുന്ന പാമ്പ്. അത് വേറൊരു കുഞ്ഞിൻ്റെ കയ്യിൽ കണ്ടിട്ട് നേരത്തെ തന്നെ വേണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറെ എവിടെയും കണ്ടില്ല. ഇവിടെ വന്നപ്പം ഹനി എന്തായാലും അത് കണ്ടുപിടിച്ച് ആ പാമ്പിനെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ദർശനവും കഴിഞ്ഞ് ബോട്ടിങ്ങും കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യത്തെ ലീവിന് വരുമ്പോൾ പിന്നെ ഭഗവാനെ കാണാൻ വരാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ പറശ്ശിനിക്കടവിലെ വിശേഷങ്ങൾ. നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.